ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് കുറേ പേർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ എല്ലാം വർക്കാകുന്നത് എന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ പല ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ വീഡിയോസ് നമുക്ക് റെക്കമെൻഡേഷനിലെല്ലാം വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസും ഇതുപോലെ മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷനിൽ പോവുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ കുറേ പേരുടെ റെക്കമെൻഡേഷൻ എല്ലാം വരാറുണ്ട്. അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ വീഡിയോ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് വരെ നമുക്ക് റെക്കമെൻഡേഷനിലെല്ലാം വരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. അപ്പോൾ ഇത് ഇങ്ങനെ റെക്കമെൻഡേഷനിലെല്ലാം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, അവരുടെ ചാനലിൽ നിന്നും ഏതെങ്കിലും എല്ലാം വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു കാണും. അതിനാൽ തന്നെ നമുക്ക് അവരുടെ വീഡിയോസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പല ചാനലിൽ നിന്നും വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവരുടെ വീഡിയോസ് നമുക്ക് റെക്കമെൻഡേഷനിൽ വരാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റെ ഈ വീഡിയോ കൂടി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അടുത്ത തവണ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ പല വീഡിയോസും റെക്കമെൻഡേഷനിലെല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ റെക്കമെൻഡേഷൻ എല്ലാം ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്